ഹലോ എവരിവൺ, നമ്മൾ തേർഡ് ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് തേർഡ് ചാപ്റ്ററിന്റെ പേര്? സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, കോശങ്ങളും കോശജാലങ്ങളും. അപ്പൊ ഇതിനകത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാന്റ് സെല്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ പാർട്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെ പാർട്സ് ആണ് പറഞ്ഞത്? സെൽ വാള്, സെൽ മെമ്പറൈൻ, ദെൻ അതിനകത്തിലുള്ള ടോട്ടൽ മെറ്റീരിയൽ പ്രോട്ടോപ്ലാസം, ദെൻ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേര് സൈറ്റോപ്ലാസം, ദെൻ അതുപോലെ തന്നെ സെൽ ഓർഗനൽസ് പറഞ്ഞായിരുന്നില്ലേ, അതായത് സെല്ലിനകത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങൾ. ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണ് നമ്മൾ പറഞ്ഞത്? സെല്ലിന്റെ സെൻട്രൽ പാർട്ടായ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി വസ്തുക്കളെ കുറിച്ചും പറഞ്ഞു. ഇനി ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുല അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയെ കുറിച്ചാണ്. അതായത് നമ്മുടെ സെല്ലിനകത്തിലെ സൈറ്റോപ്ലാസത്തിനകത്തിൽ കാണപ്പെടുന്ന നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്, അതായത് കുഴലുകളുടെ ശൃംഖലകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതായത് ഈ സെല്ലിനകത്തിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിനകത്തില് ട്യൂബ്യൂൾസ് കാണും, കുഴലുകൾ പോലെയുള്ള ഭാഗങ്ങൾ. അപ്പൊ ഈ കുഴലുകൾ എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ശൃംഖലയായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുല അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. ഇതെന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് പാത്വേസ് ഓഫ് കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് മെറ്റീരിയൽസ് വിച്ച് ആർ റിക്വയർഡ് ബൈ ദ സെൽ, അതായത് സെല്ലിന് ആവശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ നിർമ്മിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം സഹായിക്കുന്നുണ്ട്. അപ്പൊ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിനകത്തിൽ കാണപ്പെടുന്ന ട്യൂബ്യൂൾസ് ആണ് ഇല്ലേ, അതായത് നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾസ്, കുഴലുകളുടെ ഒരു ജാലിക അല്ലെങ്കിൽ ഒരു ശൃംഖലയാണ് ഇത്. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പദാർത്ഥ സംവഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് മെറ്റീരിയൽസ്, അതായത് പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനോ ഏതെങ്കിലുമൊക്കെ പദാർത്ഥങ്ങൾ റിമൂവ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാറ്റുക ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള പദാർത്ഥങ്ങളുടെ സിന്തസിസ് അല്ലെങ്കിൽ നിർമ്മാണത്തിനോ അതുപോലെ തന്നെ റിമൂവൽ അല്ലെന്നുണ്ടെങ്കിൽ പദാർത്ഥങ്ങൾ സെല്ലിൽ നിന്ന് മാറ്റുന്നതിനോ ഒക്കെ സഹായിക്കുന്ന സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുല അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലിക. ഇനി അടുത്തതെന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ, അതായത് സെല്ലിനകത്തിൽ കാണപ്പെടുന്ന എനർജി പ്രൊഡ്യൂസിംഗ് സെന്റർ ആണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം എന്ത് വേണം? എനർജി വേണം ഇല്ലേ. അതായത് നമ്മൾ പല പല ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട്, അപ്പോഴെല്ലാം നമുക്ക് എനർജി വേണം. അപ്പൊ ഈ എനർജി പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. അപ്പം സൈറ്റോപ്ലാസത്തിനകത്തിൽ കാണപ്പെടുന്ന എനർജി പ്രൊഡക്ഷൻ സെന്റർ, അതായത് ഊർജ ഉൽപാദന കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. അപ്പൊ ഈ മൈറ്റോകോൺട്രിയ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായിട്ട് ഗ്ലൂക്കോസിനെ ഓക്സിഡൈസ് ചെയ്തിട്ട്, അതായത് ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ഓക്സീകരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ഡൈജഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടാകും? ഗ്ലൂക്കോസ് ഉണ്ടാകും. ഈ ഗ്ലൂക്കോസ് എവിടേക്ക് എത്തും? സെല്ലിലേക്ക് എത്തും. അതുപോലെ തന്നെ നമ്മൾ റെസ്പിറേഷനിലൂടെ എടുക്കുന്ന ഓക്സിജൻ എവിടേക്ക് എത്തുന്നു? സെല്ലിലേക്ക് എത്തുന്നു. അപ്പൊ ഈ സെല്ലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെങ്കിൽ വിഘടിപ്പിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. അതായത് ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയ. അപ്പൊ ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായിട്ടാണ് എന്ത് നടക്കുന്നത്? ഊർജത്തിന്റെ ഉൽപാദനം അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ ഇപ്പൊ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോഴാണോ ആവശ്യമുള്ളത് ആവശ്യത്തിനനുസരിച്ച് ആ എനർജി എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമ്മുടെ സെല്ലിനകത്തിലുള്ള എനർജി പ്രൊഡക്ഷൻ സെന്റർ, ഊർജോൽപാദന കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയാണ്. ഗ്ലൂക്കോസിന്റെ ഓക്സിഡേഷന്റെ ഫലമായിട്ടാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ എനർജി എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ സംഭരിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴാണോ ആവശ്യമുള്ളത്, അതായത് ആവശ്യത്തിനനുസരിച്ച് ഇത് വിതരണം ചെയ്യുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ. പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് സീൻ ഓൺലി ഇൻ പ്ലാന്റ് സെൽ, അതായത് പ്ലാന്റ് സെൽസിൽ മാത്രം കാണപ്പെടുന്ന സ്പെസിഫിക് പാർട്സ് ആണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ. ആനിമൽ സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ടാകില്ല. ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഫുഡിന്റെ സിന്തസൈസിനും അതുപോലെ തന്നെ സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ആഹാരം നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ ആഹാരം സംഭരിക്കുന്നതിനോ ഒക്കെ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ. ഈ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്. ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം, ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം, ദെൻ ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള പ്ലാസ്റ്റിഡ്സ് എവിടെയുണ്ട്? പ്ലാന്റ് സെല്ലിലുണ്ട്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് പ്ലാന്റിന്റെ ഗ്രീൻ പാർട്സിൽ, അതായത് പച്ച നിറമുള്ള ഭാഗങ്ങളിൽ കാണപ്പെടും. എവിടെയൊക്കെ ആയിരിക്കും പച്ച നിറമുള്ള ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ? ലീവ്സിലോ അതുപോലെ തന്നെ
ഗ്രീൻ കളേർഡ് സ്റ്റെമ്മിലോ ഒക്കെ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡ് ആണ് ഏതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ഗ്രീൻ കളർ ആണുള്ളത് ഇല്ലേ. അപ്പൊ ഈ ഗ്രീൻ കളറിന് കാരണമായിട്ടുള്ള പിഗ്മെന്റ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം ഇവിടെയുണ്ട്, ഈ ക്ലോറോപ്ലാസ്റ്റിലുണ്ട്. അപ്പൊ ഈ ക്ലോറോഫില്ലിന്റെ പ്രസൻസ് കൊണ്ടാണ് ക്ലോറോപ്ലാസ്റ്റിന് ഏത് കളർ കിട്ടുന്നത്, ഗ്രീൻ കളർ ലഭിക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തിലുള്ള ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകത്തിന് സൺലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ഫുഡ് സിന്തസൈസ് ചെയ്യും അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പ്രകാശ സംശ്ലേഷണം നടത്താൻ കഴിവുള്ളവയാണ് ഏതെന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിതകണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണം. അതായത് ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ഏതെന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ്. ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് തുടങ്ങിയവയ്ക്ക് യെല്ലോ, ഓറഞ്ച്, റെഡ് തുടങ്ങിയ കളേഴ്സ് കൊടുക്കാനുള്ള പിഗ്മെന്റ്സ് എവിടെയുണ്ട്, ക്രോമോപ്ലാസ്റ്റ് അല്ലെങ്കിൽ വർണ്ണകണത്തിലുണ്ട്. അപ്പൊ ഈ പിഗ്മെന്റ്സ് ഡിഫറന്റ് കളേഴ്സ് നൽകുന്ന പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഈ ഫ്രൂട്ട്സിനും അതുപോലെ തന്നെ ഫ്ലവേഴ്സിനും വെജിറ്റബിൾസിനും ഒക്കെ ഡിഫറന്റ് കളേഴ്സ് വരുന്നത് അല്ലേ. അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്ലാസ്റ്റിഡ് ആണ് ഏതെന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ്. ദെൻ അതുപോലെ തന്നെ ആനിമൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്ലാന്റ്സിലെ പോളിനേഷൻ അല്ലെങ്കിൽ പരാഗണം അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ വിത്ത് വിതരണം ഒക്കെ നടത്തുന്നത് ആനിമൽസ് ആണ് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ആനിമൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവേഴ്സിനും ഫ്രൂട്ട്സിനും ഒക്കെ ഡിഫറന്റ് കളേഴ്സ് വേണം. അപ്പൊ അത് കൊടുക്കുന്ന ആരാണ്? ക്രോമോപ്ലാസ്റ്റിലുള്ള പിഗ്മെന്റ്സ് ആണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ്. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ വൈറ്റ് ഓർ കളർലെസ് പ്ലാസ്റ്റിഡ്. അപ്പൊ ഈ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്വേതകണം എന്ന് പറയും. അപ്പൊ നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളാണ് ഏതെന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഏരിയാസിലായിരിക്കും ഏത് കാണപ്പെടുന്നത്? ല്യൂക്കോപ്ലാസ്റ്റ്. അതായത് സ്റ്റെമ്മിലോ റൂട്ടിലോ സീഡ്സിലും ഒക്കെ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പാർട്ടിലാണ് എന്തോ ഉള്ളത്? ല്യൂക്കോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ശ്വേതകണം ഉള്ളത്. അപ്പൊ ഇത് ഫുഡ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ്. അപ്പൊ ഫുഡ് സ്റ്റോർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം, പ്രോട്ടീൻ, അതും അല്ലെങ്കിൽ ഓയിൽ എന്നീ ഫോമിലായിരിക്കും ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗനലാണ് അല്ലെ. അപ്പൊ ഈ പ്ലാസ്റ്റിഡ്സ് 3 തരത്തിലുണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ല്യൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് ഗ്രീൻ കളറാണ്, സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നു. ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിനും ഫ്ലവേഴ്സിനും ഒക്കെ കളർ കൊടുക്കുന്നു. ല്യൂക്കോപ്ലാസ്റ്റ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പാർട്ടിൽ കാണപ്പെടുന്നു. അപ്പൊ ഇതെന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ കളർലെസ് പ്ലാസ്റ്റിഡ് ആണ്. ഇത് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പാർട്സിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഫുഡ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവരാണ് ഏതെന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് വാക്യൂൾ എന്ന് പറയുന്നത് സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. അതായത് സെല്ലിനകത്തില് ജലം അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, പോഷകങ്ങൾ, വേസ്റ്റ്, മാലിന്യങ്ങളൊക്കെ സംഭരിക്കാൻ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് വാക്യൂൾ അല്ലെങ്കിൽ ഫേനം. അപ്പൊ ഈ വാക്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സെല്ലില് ലാർജ് ആയിരിക്കും. അതായത് വലിയ ഫേനമായിരിക്കും ഇവിടെ ഉള്ളത്, പ്ലാന്റ് സെല്ലിലുള്ളത്. അപ്പൊ പ്ലാന്റ് സെല്ലിൽ വലുതായിട്ട് കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനിലാണ് ഏതെന്ന് പറയുന്നത് വാക്യൂൾ. അപ്പൊ ഈ വാക്യൂൾ എന്ന് പറയുന്നത് എന്തൊക്കെ സ്റ്റോർ ചെയ്യുന്നു? ഇറ്റ് സ്റ്റോർസ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് റൈബോസോം എന്ന് പറയുന്നത് ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമായിട്ട് ചേർന്ന് കാണപ്പെടും. അതായത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തോട് ചേർന്ന് കാണപ്പെടുക, അല്ലാന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത് റൈബോസോം. അപ്പൊ റൈബോസോം സീൻ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഓർ പ്രസന്റ് ഫ്രീലി ഇൻ ദ സൈറ്റോപ്ലാസം. ഒന്നുകിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്ന് കാണപ്പെടും, അല്ലാന്നുണ്ടെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന സെൽ ഓർഗനിലാണ് ഏതെന്ന് പറയുന്നത് റൈബോസോം. അപ്പൊ ഈ റൈബോസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമാണ് ഏതെന്ന് പറയുന്നത് റൈബോസോം. അപ്പൊ നമ്മുടെ സെല്ലിനകത്തിൽ പ്രോട്ടീൻ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ട് ഏതാണ്? റൈബോസോം ആണ്. അപ്പൊ ഈ റൈബോസോം എന്ന് പറയുന്നത് ഒന്നുകിൽ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലവുമായിട്ട് ചേർന്ന് കാണപ്പെടും, അതുമല്ലാന്നുണ്ടെങ്കിൽ സൈറ്റോപ്ലാസത്തില് സ്വതന്ത്രമായിട്ട് കാണപ്പെടുന്നു. ഇവരെന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? പ്രോട്ടീന്റെ നിർമ്മാണത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ പ്ലാന്റ് സെല്ലിലെ സെൽ ഓർഗനൽസിനെ കുറിച്ച് പറയാൻ. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക്